ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോയൽറ്റി അക്കൗണ്ട്സ് എന്നുള്ളതാണ്. സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ളൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് മെയിനായിട്ട് 8 ചാപ്റ്റേഴ്സാണ് നമുക്ക് ആ ഒരു ബുക്കിൽ ഉള്ളത്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ളൊരു ബുക്കിനകത്ത് നമുക്ക് 8 ചാപ്റ്റേഴ്സാണ് വരുന്നത്. സോ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 8 ചാപ്റ്റേഴ്സും എളുപ്പമാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിനകത്ത് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടിയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമുക്ക് പ്രോബ്ലംസാണ് അധികം ചോദിക്കുക. ഇതിൽ തിയറി പോർഷൻസ് കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് വരാറ്, എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പോർഷൻസ് ഞാൻ പറഞ്ഞുതരും ചെയ്യാം. മെയിനായിട്ട് 8 ചാപ്റ്റേഴ്സാണ് നമുക്ക് വരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് റോയൽറ്റി അക്കൗണ്ട്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് റോയൽറ്റി അക്കൗണ്ട്സ്. ഇതിൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. ഇത്രയാണ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിനകത്ത് ഏതൊക്കെയാണ്? ഒന്ന്, ഒബ്ജക്റ്റീവ്സ്, മീനിങ് ഓഫ് റോയൽറ്റി, ടൈപ്സ് ഓഫ് റോയൽറ്റീസ്, ബേസിസ് ഓഫ് റോയൽറ്റി, ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ റോയൽറ്റി, പിന്നെ ഒരു റോയൽറ്റി, ലാൻഡ് ലോഡ്, ടെനൻറ്റ്, മിനിമം റെൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് അത്രയും കേൾക്കാത്ത ടേംസുകൾ. ഇപ്പോൾ ടെനൻറ്റും ലാൻഡ് ലോഡ് അതൊക്കെ നിങ്ങൾ പിന്നെയും കേട്ടിട്ടുണ്ടായിരിക്കും. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ സ്റ്റഡീസൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിൽ സോഷ്യലിൽ വരുന്ന കുറച്ച് ടേംസാണ് ഇതൊക്കെ, അല്ലേ? ഇവിടെ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇനി ഷോർട്ട് വർക്കിംഗ് എന്താണ്, ഗ്രൗണ്ട് റെൻറ്റ്, റൈറ്റ് ഓഫ് റീകൂപ്പിംഗ്, ലീസ് പ്രീമിയം, സ്റ്റോപ്പേജ് ഓഫ് വർക്ക്, സബ് ലീസ്, അക്കൗണ്ടിങ് എൻട്രീസ് ഓഫ് റോയൽറ്റി, ഇലുസ്ട്രേഷൻസ് നമ്മുടെ സാധാരണ വരുന്ന ഇതൊക്കെയാണ്. സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ, റെഫറൻസ്, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ടേംസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് ചോദിക്കുക, ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മെയിനായിട്ടുള്ള പ്രോബ്ലംസും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണോ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ ആണ് റോയൽറ്റി അക്കൗണ്ട്സ് എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, മെയിനായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊവൈഡ് ആൻ ഓവർവ്യൂ ഓഫ് റോയൽറ്റി അക്കൗണ്ട്സ് ആൻഡ് ഇറ്റ്സ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്. എന്താണ് റോയൽറ്റി അക്കൗണ്ട്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട്സിനകത്ത് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് റോയൽറ്റി, അതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സുകൾ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരുപാട് എല്ലാവർക്കും എന്താണ് റോയൽറ്റി എന്നുള്ള ടേം അവെയർ ആയിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, റോയൽറ്റി എന്നുള്ളത്. ഇനി നമുക്ക് ഡീപ്പായിട്ട് എന്തൊക്കെയാണ് റോയൽറ്റി, എത്ര ടൈപ്സ് ഉണ്ട്, അതുമായി റിലേറ്റ് ചെയ്ത നമുക്ക് കുറേ ടേംസുകളൊക്കെ നോക്കാം. ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. മീനിങ് ഓഫ് റോയൽറ്റി, ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്നത്. റോയൽറ്റി ഈസ് പേയബിൾ ബൈ എ യൂസർ to the owner of the property or something on which an owner has some special rights. A royalty agreement is prepared between the owner and the user of such property or rights. If payment is made to purchase the right or property, that will be treated as capital expenditure instead of a royalty. Okay, എന്താ പറയുന്നത്? വായിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും മനസ്സിലാവില്ല, പക്ഷേ അതിൻ്റെ മീനിങ് വളരെ സിമ്പിളാണ്. എന്താണ്? റോയൽറ്റി ഈസ് പേയബിൾ ബൈ ദ യൂസർ. യൂസ് ചെയ്യുന്ന ഒരാളാണ് ഇത് പേ ചെയ്യുന്നത്, അതാ പറയുന്നത്. റോയൽറ്റി ഈസ് പേയബിൾ ബൈ ദ യൂസർ ടു ദ ഓണർ, യൂസ് ചെയ്യുന്ന ആളാണ്, ടു ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ഓർ സംതിങ് ഓൺ വിച്ച് ആൻ ഓണർ ഹാസ് സം സ്പെഷ്യൽ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ സംതിങ് എന്തോ ആവാം, ഒന്നെങ്കിൽ പ്രോപ്പർട്ടി ആവാം, എന്തെങ്കിലും സംതിങ് ഓൺ വിച്ച് ദ ഓണർ ഹാസ് സം സ്പെഷ്യൽ റൈറ്റ്. നമ്മുടെ ഓണർക്ക് അതിൻ്റെ പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ റൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അത് പേ ചെയ്യാണ് നമ്മൾ. ഓക്കെ, അതിനെയാണ് റോയൽറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ റോയൽറ്റി അഗ്രിമെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബിറ്റ്വീൻ ദ ഓണർ ആൻഡ് ദ യൂസർ ഓഫ് സച്ച് പ്രോപ്പർട്ടി ഓർ റൈറ്റ്. ആ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയോ, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആദ്യത്തെ വോയിസിൽ ഓഡിയോ ക്ലിയർ അല്ലെങ്കിലും, അല്ലെങ്കിൽ പറയുന്നത് ക്ലിയർ അല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക ഫുള്ളായിട്ട്. ഓക്കെ, ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ സിംപ്ലി എന്താണ് റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓണറും ഉണ്ട്, ഇവിടെ 2 വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. ഒരു ഓണറും ഉണ്ട്,
ആ ഓണറിൻ്റെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു യൂസറും ഉണ്ട്. അപ്പോൾ ഓണറും യൂസറും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. എന്തിനാണ് ഈ എഗ്രിമെൻ്റ് വെക്കുന്നത്? ഓണറിൻ്റെ സാധനം അല്ലെങ്കിൽ സംതിങ് യൂസ് ചെയ്യുന്നതിന് ഈ ഉള്ള ഒരു എഗ്രിമെൻ്റാണ്. അപ്പോൾ ആ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മുടെ യൂസർ ഇവിടെ ഓണർക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് പേ ചെയ്യണം. ദാറ്റ് ഈസ് നോൺ ആസ് റോയൽറ്റി. അതിനെയാണ് നമ്മൾ റോയൽറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് നമ്മൾ റോയൽറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ട്രീറ്റഡ് ആസ് ഇനി ലിസൺ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. ഐ തിങ്ക് നിങ്ങൾക്ക് വൺ വേർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കത് ചോദിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ടു പർച്ചേസ് എ റൈറ്റ് ഓർ പ്രോപ്പർട്ടി ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻസ്റ്റെഡ് ഓഫ് എ റോയൽറ്റി. എന്താ പറയുന്നത്? ഇഫ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ടു പർച്ചേസ് ദ റൈറ്റ്, അപ്പോൾ ഓണറിൻ്റെ ഒരു പർട്ടിക്കുലർ അയാളൊരു സാധനം കണ്ടുപിടിച്ചു, സംതിങ് ഇന്നൊവേഷൻ ആണെന്ന് വിചാരിക്കും. എന്തെങ്കിലും സംതിങ് ഇന്നൊവേറ്റ് ചെയ്തു. ഓക്കെ, ആ ഇന്നൊവേഷൻ ചെയ്തത് സാധനം യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ മാസം ഒരു പർട്ടിക്കുലർ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് നമ്മുടെ ഓണർ എന്തെങ്കിലും സംതിങ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓണറിൻ്റെ ആ സാധനം ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ മന്ത്ലി ഒരു പർട്ടിക്കുലർ എമൗണ്ട് പേ ചെയ്യുന്നു. അപ്പോൾ ആ പർട്ടിക്കുലർ എമൗണ്ട് പേ ചെയ്യുന്നതിനെയാണ് നമ്മൾ നോർമലി റോയൽറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇൻസ്റ്റഡ് ഞാൻ ആൾ കണ്ടുപിടിച്ച സാധനം പർച്ചേസ് ചെയ്യാണ്. അതായത് ഇപ്പോൾ ഓണർ ഒരു പർട്ടിക്കുലർ എന്തോ ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന പപ്പടം ഉണ്ടാക്കുന്ന മെഷീനോ അല്ലെങ്കിൽ ഇതുവരെ കണ്ടുപിടിക്കാത്ത എന്തോ ഒരു പർട്ടിക്കുലർ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ യൂസർ, എ എന്നുള്ള യൂസർ. അപ്പോൾ ആ എ എന്നുള്ള യൂസറിൻ്റെ കയ്യിൽ നിന്ന് ആ പർട്ടിക്കുലർ മെഷീൻ ഞാൻ മേടിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ മാസം 50,000 അല്ലെങ്കിൽ 10,000 റോയൽറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ മാസം അല്ലെങ്കിൽ ഒന്നിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ 10,000 ആണോ കൊടുക്കേണ്ടി വരിക? നെവർ, അല്ലേ? ഇൻസ്റ്റഡ് നമ്മളൊരു 10 lakhs അല്ലെങ്കിൽ 5 lakhs ബിഗ് എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ആ പർട്ടിക്കുലർ എമൗണ്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ മെഷീൻ മേടിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ അത് എന്തായിട്ട് മാറുന്ന പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് മാറുകയാണ് അവിടെ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് ട്രീറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ലെസൺ ഓൺ, ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ലെസ്സി ഓൺ അക്കൗണ്ട് ഓഫ് റോയൽറ്റി ഓൺ അക്കൗണ്ട് ഓഫ് റോയൽറ്റി ഈസ് നോർമൽ ബിസിനസ് എക്സ്പെൻഡിച്ചർ. ശ്രദ്ധിക്കൂ, റോയൽറ്റി ഈസ് എ നോമിനൽ ബിസിനസ് എക്സ്പെൻഡിച്ചർ ആൻഡ് വിൽ ബി ഡെബിറ്റഡ് ടു റോയൽറ്റി അക്കൗണ്ട്. അതായത് പേയ്മെൻറ്റ് ലെസ്സി ഒരു പർട്ടിക്കുലർ എമൗണ്ട് പേ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു നോർമൽ ബിസിനസ് എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഡെബിറ്റഡ് ടു, അത് നമ്മൾ റോയൽറ്റി അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? നോർമലി നമ്മൾ എക്സ്പെൻസസ് ട്രീറ്റ് ചെയ്യുന്ന പോലെ നമ്മളത് ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ദ നോമിനൽ അക്കൗണ്ട് ആൻഡ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ ഇറ്റ് ഈസ് എ അതുകൊണ്ട് തന്നെ ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ ബാലൻസ് ഓഫ് റോയൽറ്റി അക്കൗണ്ട് നീഡ് ടു ബി ട്രാൻസ്ഫർ ടു ദ നോർമൽ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്. റോയൽറ്റി എന്ന് പറഞ്ഞ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിൽ നമ്മൾ ഫൈനലി നമ്മൾ എന്താ ചെയ്യും? ഈ അക്കൗണ്ട് ഫുള്ള് കഴിഞ്ഞിട്ട് നോമിനൽ അക്കൗണ്ട് നമ്മൾ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് royalty based on the production or output will strictly go to the manufacturing or production account, and in case where the royalty is payable on sale basis it will be part of selling expenses. ഇത്രയേ ഉള്ളൂ. സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ആ റോയൽറ്റി എന്നുണ്ടെങ്കിൽ അത് സെല്ലിങ്ങിൻ്റെ എക്സ്പെൻസസ് ആയിട്ട് മാറുന്നു. ലെസ്സർ ഒരു പർട്ടിക്കുലർ പർച്ചേസിന് മേടിക്കുകയാണെങ്കിൽ അത് നോമിനൽ അക്കൗണ്ടിലേക്ക് പോകുന്നു. ക്ലിയർ? അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ മെയിനായിട്ട് എന്താണ് കോൺസെപ്റ്റ് എന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ അത് 2 പേഴ്സൺസ് ഉണ്ടാവും അവിടെ. യൂസറുണ്ട് ആൻഡ് അത് യൂസ് ചെയ്യുന്ന ഓണറും ഉണ്ട് അവിടെ, യൂസറും ഉണ്ട്. നമ്മുടെ ഓണറിൻ്റെ കയ്യിൽ നിന്ന് യൂസർ എന്ത് ചെയ്യാണ്? സംതിങ് അയാളുടെ സാധനം മേടിക്കുന്ന സമയത്ത് അത് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അയാളുടെ സാധനം യൂസ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ടാണത്. ഒന്നില്ലെങ്കിൽ അത് എന്ത് ചെയ്യും? അയാൾ മന്ത്ലി നമ്മൾ റോയൽറ്റി പേ ചെയ്യും. ഇൻസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ബൾക്ക് പർച്ചേസായിട്ട്, അതായത് ഒന്നിച്ചിട്ട് അയാൾ ആ സാധനം മേടിക്കുകയാണ്. അയാൾ ഇന്നോവേറ്റ് ചെയ്തൊരു സാധനം അയാൾ മേടിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്. ഐ തിങ്ക് ഇത് വളരെ ക്ലിയർ ആണെന്ന്. ഓക്കെ, അപ്പം നമ്മൾ റോയൽറ്റി എന്താണെന്നുള്ളൊരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് റോയൽറ്റി എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണേ. ലിസൺ, ദിസ് ഈസ് അവർ ടോപ്പിക്, ടൈപ്സ് ഓഫ് റോയൽറ്റി. നോർമലി നമ്മുടെ റോയൽറ്റി പല കോപ്പിറൈറ്റ് അല്ലെങ്കിൽ മൈനിങ് റോയൽറ്റി, പാറ്റേൺ റോയൽറ്റി, ഇങ്ങനെ പല ടേംസിൽ ആണ് അറിയപ്പെടാറുള്ളത്.
ക്ലിയർ? അതായത് ടൈപ്സ് ഓഫ് റോയൽറ്റീസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് കോപ്പിറൈറ്റ് ഉണ്ട്, മൈനിങ് റോയൽറ്റി, പാറ്റേൺ റോയൽറ്റി, ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത് ടൈപ്സ് ഓഫ് റോയൽറ്റീസിൽ. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നതാണ്. അപ്പം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ്. ഇപ്പം നമ്മൾക്ക് അതിൻ്റെ ടെക്നിക്കലായിട്ട് ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു ടേമാണ് കോപ്പിറൈറ്റ്. പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. എന്താ കോപ്പിറൈറ്റ് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ. സിംപ്ലി കോപ്പിറൈറ്റ് പ്രൊവൈഡ് എ ലീഗൽ റൈറ്റ് ടു ദ ഓതർ. അതിപ്പം അവരുടെ ഫോർ എക്സാമ്പിൾ അയാളുടെ ബുക്കിനാവാം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ ഓണർക്ക് ലീഗലായിട്ട് കിട്ടുന്ന ഒരു റൈറ്റിനെയാണ് നമ്മൾ കോപ്പിറൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോപ്പിറൈറ്റ് പ്രൊവൈഡ് എ ലീഗൽ റൈറ്റ് ടു ദ ഓതർ. ഓക്കെ, ഓതർക്ക് ലീഗലി കിട്ടുന്ന ഒരു റൈറ്റിനെയാണ് നമ്മൾ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ് ടു ദ ഓണർ. ആൻഡ് ദ ഫോട്ടോഗ്രാഫർ, ഇപ്പം നമ്മൾക്കൊക്കെ ഓതറിൻ്റെ ഒരു കേസ് നമുക്ക് കൂടുതലായിട്ട് അറിയുന്നുണ്ടായിരിക്കാം, നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലേ, ബുക്കിനാണ് കോപ്പിറൈറ്റ്. അപ്പം ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പം വീഡിയോ ചെയ്യാണ്, നമ്മുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സോങ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കിട്ടുന്നൊരു മെസ്സേജാണ് ഇത് കോപ്പിറൈറ്റ് അടിച്ചു, അല്ലെങ്കിൽ ഈ സോങ് കോപ്പിറൈറ്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ സാധനത്തിൽ നമ്മൾ പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ സോങ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? യെസ്, ഓഫ് കോഴ്സ് വാണ്ട് ടു പേ സംതിങ്, എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് അവർ ആ പർട്ടിക്കുലർ ഓണർ ഉണ്ടായിരിക്കും, ഈ സോങ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓണർ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ പാട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പെർമിഷൻ മേടിക്കണം. സോ അറ്റ് ദ സെയിം എന്താ പറയുക, നമുക്ക് ആ ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ അതാണ്. നമുക്കപ്പം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരാറില്ല. ക്ലിയർ ആണോ? അപ്പോൾ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ചാൻസ് വെയിറ്റ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ലിസൺ, ഇപ്പോൾ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ ഒന്നില്ലെങ്കിൽ ഓതർ, അല്ലെങ്കിൽ ഇവിടെ കണ്ടോ ഫോട്ടോഗ്രാഫർ ഓൺ ഹിസ് ഫോട്ടോഗ്രാഫ്സ്. ഇപ്പം നോർമലി നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് നമ്മൾ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അങ്ങനത്തെ പർപ്പസസ് ചെയ്യാറില്ല. ചില ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? കോപ്പിറൈറ്റ് എടുക്കേണ്ട. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിന് ലീഗൽ റൈറ്റ് ടു ദ എന്താണ്? ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ് ആണ്. കോപ്പിറൈറ്റ് മീൻസ് എന്താണ്? ഒരു ലീഗൽ റൈറ്റ് കിട്ടുകയാണ് അല്ലേ? ഓതർക്കോ ഫോട്ടോഗ്രാഫേഴ്സിനോ, ഫോട്ടോഗ്രാഫർ ഫോർ ഹിസ് ഫോട്ടോഗ്രഫി ഓർ ഫോട്ടോഗ്രാഫ്സ് ഓർ എനി സച്ച് കൈൻഡ് ഓഫ് ഇൻ്റലക്ച്വൽ വാല്യൂ വർക്ക്സ്. അപ്പോൾ ഇൻ്റലക്ച്വലി ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്കിന് നമുക്ക് കിട്ടുന്ന ഒരു ലീഗൽ റൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? കോപ്പിറൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? കോപ്പിറൈറ്റ് ഈസ് റോയൽറ്റി ഈസ് പേയബിൾ ബൈ ദ പബ്ലിഷർ ഓഫ് ദ ബുക്ക് ടു ദ ഓതർ ഓഫ് ദാറ്റ് ബുക്ക് ഓർ ടു ദ ഫോട്ടോഗ്രാഫർ ബേസ്ഡ് ഓൺ ദ സെയിൽ മെയ്ഡ് ബൈ ദ പബ്ലിഷർ. അതായത് ഇവിടെ നമ്മൾ കോപ്പിറൈറ്റിൻ്റെ കേസിൽ നമുക്കിവിടെ 2 വ്യക്തികളാണുള്ളത്, ലെസ്സർ ആൻഡ് ലെസ്സി. ദ പേഴ്സൺ ഹൂ പബ്ലിഷർ ആണെന്നുണ്ടെങ്കിൽ ലെസ്സി, ആൻഡ് ഓഫ് എ ബുക്ക് ടു ദ ഓതർ ഈസ് ദ ലെസ്സർ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പേഴ്സൺസ് ആണുള്ളത്. അപ്പോൾ ഓതർക്ക് നമ്മൾ പേ ചെയ്യാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ റോയൽറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഓതർ ആവാം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ ആവാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻ്റലക്ച്വൽ വർക്ക് ചെയ്യുന്ന ഏതൊരു പേഴ്സണെയും നമുക്കിവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇൻ്റലക്ച്വലി ആയിട്ട് ചെയ്യുന്ന ഏതൊരു വർക്കും നമുക്കിവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം കോപ്പിറൈറ്റ് ക്ലിയർ ആണോ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റോയൽറ്റീസ് എന്നുള്ളതാണ്. അപ്പം ടൈപ്സ് ഓഫ് റോയൽറ്റീസിനകത്ത് ഒന്നാമത്തെ ടൈപ്പാണ് കോപ്പിറൈറ്റ്. അടുത്ത ഞാൻ പറയാൻ പോവുകയാണ് മൈനിങ് റോയൽറ്റി. ഓക്കെ, മൈനിങ് റോയൽറ്റി. ഞാൻ പറയുന്ന ടോപ്പിക്സിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സുകൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് അയക്കുകയാണല്ലോ ചെയ്യുക. അപ്പം കമൻറ്റ് പോസ്റ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ എനിവേസ്, അടുത്താണ് മൈനിങ് റോയൽറ്റി. എന്താണ് മൈനിങ് റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൈനിങ് റോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ lessee of a mine or quarry pay royalty to the lesser of the mine or quarry which generally based on the output basis. നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ബേസിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് റോയൽറ്റി കൊടുക്കണം. അതായത് ഇവിടെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ടേമാണ് ലെസ്സർ ആൻഡ് ലെസ്സി. ഓക്കെ, അതായത് റോയൽറ്റിക്കകത്ത്
ടൈപ്സ് ചോദിച്ചാലും അല്ലെങ്കിൽ റോയൽറ്റി ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടേമാണ് ലെസ്സർ. ദർ ആർ 2 പേഴ്സൺ ഇൻക്ലൂഡ് ഇൻ ദ കേസ് ഓഫ് റോയൽറ്റി. വൺ ഈസ് ലെസ്സർ, അനദർ വൺ ഈസ് ലെസ്സി. ഓക്കെ, അപ്പോൾ ലെസ്സറും ഉണ്ടായിരിക്കും, ലെസ്സി ഉണ്ടായിരിക്കും. അപ്പം ലെസ്സർ ഈസ് എ പേഴ്സൺ ഹൂ എന്താണ് ഓണർ ആയിരിക്കും, പേഴ്സൺ ഹൂ പ്രൊഡ്യൂസ് ദ ഇൻ്റലക്ച്വൽ വർക്ക്. ലെസ്സി ഈസ് എ പേഴ്സൺ ഹൂ യൂസ് ദാറ്റ് വർക്ക്. ആ പർട്ടിക്കുലർ വർക്ക് യൂസ് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ലെസ്സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ മൈനിങ്ങിൻ്റെ കേസ് എടുക്കാം. നമുക്ക് മൈനിങ് റോയൽറ്റീൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന കോറി അല്ലെങ്കിൽ മൈന് അത് എത്രയാണോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ വി ആർ പേയിങ് പർട്ടിക്കുലർ റോയൽറ്റി ടു ദ ലെസ്സർ. ഇനിയാണ് പാറ്റൻറ്റ് റോയൽറ്റി. എന്താണ് പാറ്റൻറ്റ്? പാറ്റൻറ്റ് റോയൽറ്റി ഈസ് പെയ്ഡ് ബൈ ദ ലെസ്സി ടു ലെസ്സർ ഓൺ ബേസിസ് ഓഫ് ഔട്ട്പുട്ട് ഓർ പ്രൊഡക്ഷൻ ഓഫ് ദ റെസ്പെക്റ്റീവ് ഗുഡ്സ്. ഒരു പർട്ടിക്കുലർ ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ നമ്മൾ ഓൾറെഡി ഇതിലൊക്കെ കോമൺ ആയിട്ട് എന്താണെന്നറിയോ, ലെസ്സിക്ക് ഒരു എമൗണ്ട് പെയ്ഡ് ബൈ ദ ലെസ്സി ടു ദ ലെസ്സർ. ലെസ്സർക്ക് ഒരു എമൗണ്ട് കൊടുക്കുന്നു. ലെസ്സർ ഈസ് എ ഓണർ, ലെസ്സി ഈസ് എ പേഴ്സൺ ഹൂ യൂസ് ദാറ്റ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ സംതിങ് എനിത്തിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ പാറ്റൻറ്റ് റോയൽറ്റീൻ്റെ അല്ലെങ്കിൽ പാറ്റൻറ്റ് റോയൽറ്റി എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ കോമൺ ആയിട്ടുള്ള കാര്യം എന്താ, ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ് നമുക്ക് എടുക്കുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് റെസ്പെക്റ്റീവ് ഗുഡ്സ്, ഒരു റെസ്പെക്റ്റീവ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, പാറ്റൻറ്റ് അതിന് പുറത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് കൊടുക്കണം. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഞാനൊരു ബുക്ക് റൈറ്റ് ചെയ്തു, ഞാൻ എൻ്റെ ഒരു ബുക്ക് റൈറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഒരു പാറ്റൻറ്റ്, ഇപ്പോൾ എത്ര ബുക്സാണോ വിറ്റഴിക്കുന്നതിന് അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ് എനിക്ക് പാറ്റൻറ്റ് കിട്ടുക, അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടുക. അപ്പോൾ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദ ഔട്ട്പുട്ട്. ക്ലിയർ? അപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിഷർ എൻ്റെ ബുക്ക് വന്നിട്ട് മേടിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ഇത്രയും കോപ്പി ഇപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എത്ര കോപ്പിയാണോ വിറ്റഴിക്കുന്നത് അതിൽ 25% എനിക്ക് വേണം, അല്ലെങ്കിൽ 50% എനിക്ക് വേണം. ദാറ്റ്സ് മൈ എന്താണ് എൻ്റെ ഡിമാൻഡ് എങ്ങനെ. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് റോയൽറ്റി കിട്ടുക. ഓക്കെ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദ ഔട്ട്പുട്ടിൻ്റെ ബേസിൽ എനിക്ക് ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബുക്ക് മേടിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത് ശ്രദ്ധിച്ച ബേസിസ് ഓഫ് റോയൽറ്റി. ഈ റോയൽറ്റിയുടെ ഒരു ബേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇൻ കേസ് ഓഫ് പാറ്റൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പാറ്റൻറ്റ് റോയൽറ്റീൻ്റെ 2 ടേംസ് നമ്മൾ പഠിച്ചല്ലോ. പാറ്റൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഓഫ് പാറ്റൻറ്റ്, പബ്ലിഷർ ഓഫ് ദ ബുക്ക് പേ റോയൽറ്റി ടു ദ ഓതർ ഓഫ് ദ ബുക്ക് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ബുക്സ് സോൾഡ്. എത്ര ബുക്ക് വിൽക്കുന്നു അതിൻ്റെ ബേസിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പബ്ലിഷർക്ക് നമ്മുടെ പാറ്റൻറ്റ് നമ്മൾ പേ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ മൈനിൻ്റെ കേസ് നേരത്തെ പറഞ്ഞ പോലെ എത്രയാണോ മൈന് നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓക്കെ, ഈ പോർഷനാണ് ബേസിസ് ഓഫ് റോയൽറ്റി. അപ്പോൾ listen on the basis of number of books sold. So holder of the patent get royalty on the basis of output and the mine owner get royalty on the basis of production. റോയൽറ്റി ഇപ്പോൾ എത്ര പ്രൊഡക്ഷൻ ഉണ്ടാക്കി നമ്മൾ അതാണ് നേരത്തെ ഔട്ട്പുട്ട് എന്നുള്ളൊരു ടേം ആണ്. ഔട്ട്പുട്ടിൻ്റെ കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഔട്ട്പുട്ട്. കംപ്ലീറ്റ്ലി അത് പർച്ചേസ് ചെയ്യുമ്പോൾ അത് നേരെ നമ്മൾ എന്തായിട്ട് മാറും, അത് ക്യാപിറ്റൽ ഇൻകം ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആണ് ബേസിസ് ഓഫ് റോയൽറ്റി. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ റോയൽറ്റി. റോയൽറ്റി, ലാൻഡ് ലോഡ്, ടെനൻറ്റ്, മിനിമം റെൻറ്റ്. ഓക്കെ ആണോ? അപ്പോൾ ഒന്നാമത്തെ ടേം എന്താണ്? റോയൽറ്റി. ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ റോയൽറ്റി. ഫസ്റ്റ് വൺ ഈസ് റോയൽറ്റി. പീരിയോഡിക് പേയ്മെൻറ്റ് വിച്ച് മേ ബി ബേസ്ഡ് ഓൺ സെയിൽ ഓർ ഔട്ട്പുട്ട് ഈസ് കാൾഡ് റോയൽറ്റി. Royalty means a periodic payment. Royalty is a periodic payment which may be based on a sale or output is called royalty. Okay, ഒരു സെയിലിൻ്റെയോ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ബേസിൽ നമ്മളൊരു പീരിയോഡിക് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് റോയൽറ്റി. റോയൽറ്റി ഈസ് പേയബിൾ ബൈ ദ ലെസ്സി ഓഫ് എ മൈൻ ടു ദ ലെസ്സർ. ലെസ്സർക്ക് ഒരു എമൗണ്ട് കൊടുക്കുന്നു, പർട്ടിക്കുലർ മൈൻ ചെയ്തുകൊണ്ടോ കോറി ഒക്കെ എടുത്തുകൊണ്ടായിരിക്കാം. ഓക്കെ, ബൈ ദ പബ്ലിഷർ ഓഫ് ദ ബുക്ക് ടു ദ ഓതർ ഓഫ് ദ ബുക്ക്. ഓക്കെ, ഞാൻ നേരത്തെ അതാ പറഞ്ഞത്, ഞാനൊരു ബുക്ക് എഴുതിയെങ്കിൽ എൻ്റെ പബ്ലിഷർ എനിക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് തരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ ബൈ ദ പബ്ലിഷർ ഓഫ് ദ ബുക്ക് ടു ദ ഓതർ ഓഫ് ദ ബുക്ക്, ബൈ മാനുഫാക്ചറർ ടു ദ പാറ്റൻറ്റി. മാനുഫാക്ചറർ പാറ്റൻറ്റിക്ക് കൊടുക്കുന്നതായിരിക്കാം.
ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരാൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ സാധനം കണ്ടുപിടിക്കുന്നു, ഒരാൾ ഒരു സാധനം എഴുതുന്നു, എന്തും ആവാം, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എന്ത് റിലേറ്റബിൾ ആയിട്ടുള്ള വർക്കും ആവാം ഇവിടെ. ഇന്ന തന്നെ വേണമെന്നില്ല. അപ്പോൾ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് പേ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. കാരണം അയാൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു സാധനമല്ലേ. അപ്പോൾ ഒരു ഇതുമില്ലാണ്ട് നമ്മളത് എടുക്കുക എന്ന് പറയുന്നത് തെറ്റല്ല. അപ്പം നമ്മളതിനൊരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തിട്ട് നമ്മളത് മേടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ സാധനം യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതാണ് റോയൽറ്റി. ശ്രദ്ധിച്ചോളൂ, അടുത്ത ടേമാണ് ലാൻഡ് ലോഡ് എന്നുള്ളത്. ഓക്കെ, ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ലോഡ് are the person who have the legal rights on mine or quarry or patent or copyright copy book rights. അതായത് ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് ലാൻഡ് ലോഡ് ടെനൻ്റ് എന്ന് പറഞ്ഞാൽ ജന്മി കുടിയൻ സിസ്റ്റം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അതാണ്. അതായത് ഇവിടെ നമ്മുടെ എനിക്കൊരു കുറച്ച് ലാൻഡ് ഉണ്ട്, ഒരു കുറച്ച് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അത് പാട്ടത്തിന് കൊടുക്കുകയാണ്. ഒരു പർട്ടിക്കുലർ എൻ്റെ ഒരു കുറച്ച് സ്ഥലത്തിൽ ഞാൻ 4 ഡിവൈഡ് ചെയ്തിട്ട് 4 പേർക്ക് എന്ത് ചെയ്യാണ്, നിങ്ങൾ ഈ സ്ഥലം എടുത്തോളൂ. എന്താ സ്വന്തമായിട്ടാണോ എടുക്കാൻ പറയണത്? അല്ല അല്ലേ, നിങ്ങൾ ഈ സ്ഥലം യൂസ് ചെയ്തോളൂ. പക്ഷേ യൂസ് ചെയ്യണതിൻ്റെ ഒരു പർട്ടിക്കുലർ എന്താ പറയുക, ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ഇപ്പോൾ സാധനമായിട്ടോ അല്ലെങ്കിൽ പൈസയായിട്ടോ എനിക്ക് തരണം. മനസ്സിലായോ? അപ്പോൾ അയാൾ ഒരു മാസത്തിൽ അവിടെ വിളവെടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നടുന്നുണ്ടെങ്കിൽ ആ വിറ്റ് കിട്ടണതിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് എനിക്ക് വേണമെന്ന് പറയാണ്. അതാണ് ഈ ലാൻഡ് ലോഡ് ടെനൻ്റ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മി ഓണർ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആളാണ്. അപ്പോൾ ലാൻഡ് ലോഡ് ആർ ദ പേഴ്സൺ, ഒരു പേഴ്സണാണ് ഹൂ ഗേവ് ദ ലീഗൽ റൈറ്റ്. ഞാൻ അയാൾക്ക് നിയമപരമായിട്ട് അതിൻ്റെ എല്ലാ റൈറ്റ്സും, എൻ്റെ ആ ഒരു പർട്ടിക്കുലർ സ്ഥലം യൂസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും കൊടുക്കുകയാണ് ഞാനവിടെ. ഓക്കെ, യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ റൈറ്റ്സും കൊടുക്കുകയാണ്. ഓർ മൈൻ, ഓർ ഇതിപ്പം ലീഗൽ റൈറ്റ് എന്ന് പറയുമ്പോൾ മൈൻ ചെയ്യാനാവാം, കോറി ചെയ്യാനാവാം, അല്ലെങ്കിൽ പാറ്റേൺ റൈറ്റ് ഓർ കോപ്പി ബുക്ക് റൈറ്റ്സ്, പാറ്റേൺ റൈറ്റ് ആവാം, അല്ലെങ്കിൽ കോപ്പി ബുക്ക് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ആവാം, ബുക്ക് പബ്ലിഷർക്ക് കൊടുക്കുക, ബുക്ക് വിൽക്കാനുള്ള റൈറ്റ് ആവാം, എന്തും ആവാം അല്ലേ. അപ്പോൾ അതിന് ആ പർട്ടിക്കുലർ റൈറ്റ് കൊടുക്കുമ്പോൾ ദാറ്റ് പേഴ്സൺ ഹൂ ഗീവ് ദാറ്റ് റൈറ്റ്, ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാൻഡ് ലോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്താണ് ടെനൻ്റ് എന്ന് പറയുന്നതാണ്. അടുത്ത ടെനൻ്റ് ആൻ ഓതർ ഓർ പബ്ലിഷർ. ടെനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓതർ ആവാം, ഒരു പബ്ലിഷർ, ലെസ്സി ഓർ പാറ്റന്റ് ഹൂ takes out right, usually commercial or personal rights, from owner on lease against the consideration is called a tenant. The person who take the rights. അപ്പോൾ ഒരാളൊരു റൈറ്റ്, എൻ്റെ കയ്യിലൊരു റൈറ്റ് ഉണ്ട്, ആ റൈറ്റ് വേറൊരാൾ എടുക്കുമ്പോൾ ദാറ്റ് പേഴ്സൺ ഹൂ ടേക്ക് മൈ റൈറ്റ് ഈസ് നോൺ ആസ് ടെനൻറ്റ്. ഓക്കെ, അപ്പം ടെനൻറ്റ് എന്ന് പറയുന്നത് ഫ്രം ദ ഓണറിൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു റൈറ്റ് മേടിക്കുന്ന ആളെയാണ് നമ്മൾ ടെനൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ടെനൻ്റ് എന്നുള്ള മീനിങ് കുടിയാന്മാരെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് ടെക്നിക്കലായിട്ട് എടുത്തിടണു എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ടേം. ഇനി അടുത്താണ് മിനിമം റെൻറ്റ് എന്നുള്ളൊരു ടേമാണ് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ള ഒരു 2-3 ടേമും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള ഒരുവിധം തിയറി പോർഷൻസൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് മെയിനായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, നമ്മുടെ പ്രോബ്ലംസാണ് കേട്ടോ. Minimum rent. According to lease agreement, minimum rent, fixed rent or dead rent is a type of. ഓക്കെ, ഇവിടെ ഈ മിനിമം റെൻ്റ് എന്ന് പറയുന്നത് ഇതൊരു അക്കോർഡിംഗ് ടു ഈ ഒരു എഗ്രിമെൻറ്റിലാണല്ലോ ഈ റെൻറ്റിൻ്റെ ഒരു കേസ് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ലെസ്സി എഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ ഓണറും യൂസറും തമ്മിലൊരു എഗ്രിമെൻറ്റ് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത് അവിടെ എന്ത് അറൈസ് ചെയ്യുന്നുണ്ട്, അവിടെ മിനിമം റെൻറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് റെൻറ്റ് അല്ലെങ്കിൽ ഡെഡ് റെൻറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഗ്യാരൻറ്റി മെയ്ഡ് ബൈ ദ ലെസ്സി ടു ദ ലെസ്സർ. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദ ലെസ്സി ടു ദ ലെസ്സറിനോട് പറയാണ് ലെസ്സർ ഈസ് എ ഓണർ, ലെസ്സി ഈസ് എ പേഴ്സൺ ഹൂ യൂസ് സംതിങ്, ഓക്കെ, ഫ്രം ദ ഓണർ. അപ്പോൾ ഈ ലെസ്സി ഓണറിൻ്റെ അടുത്ത് പറയുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ടാണ് അത്. മിനിമം റെൻ്റ് എന്നോ ഫിക്സഡ് റെൻ്റ് എന്നോ ഡെഡ് റെൻ്റ് എന്നോ എന്ത് വേണേൽ പറയാം. Guarantee made by the lessee to the lessor in case of shortage of output or production or sale. അതായത് ലിസൺ, ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നോക്കി നോക്കൂ, ഞാൻ പറയുകയാണ് എനിക്ക് 100%
ഞാൻ ഒരു 10 വാഴ വെച്ചു. 10 വാഴയിൽ നിന്നും സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് വിചാരിക്കും, 10 കൊല കിട്ടും. അതിൽ എനിക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ 2 കൊല നമ്മുടെ ആൾക്ക് കൊടുക്കും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ തമ്മിലൊരു എഗ്രിമെൻറ്റ് വെച്ചു. എഗ്രിമെൻറ്റിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാനും ഞങ്ങൾ ഈ എഗ്രിമെൻറ്റിനകത്ത് ഞാൻ 10 വാഴ വെച്ചിട്ടുണ്ട്. ഈ 10 വാഴ വെച്ചതിനകത്ത് വാഴയൊക്കെ കൊലച്ച് 2 കൊല ഞാൻ ആർക്ക് തരും, ലാൻഡ് ലോഡിന് കൊടുക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, എന്തോ കാരണവശാൽ നമ്മുടെ ഇതൊക്കെ നശിച്ചുപോയി. നമ്മുടെ വാഴയൊക്കെ എന്തോ ഒരു കാരണവശാൽ 2-3 നശിച്ചുപോയി. അപ്പോൾ പക്ഷേ എനിക്ക് ജന്മിക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷേ അപ്പോൾ നമ്മൾ വേറൊരു എഗ്രിമെൻറ്റ് വെക്കും. എന്താ വെച്ചാൽ മിനിമം റെൻറ്റ്. അവിടെയാണ് ഈ മിനിമം റെൻറ്റ് റൈസ് ചെയ്യുന്നത്. അതായത് 2 തരാമെന്നുള്ളതാണ് നമ്മുടെ എഗ്രിമെൻറ്റ്. പക്ഷേ മിനിമം എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഷോർട്ടേജ് വന്നാൽ, ഔട്ട്പുട്ടിൽ ഷോർട്ടേജ് വന്നാൽ മിനിമം ഒരു വാഴ അല്ലെങ്കിൽ ഒരു കൊലയെങ്കിലും തരണം. ഓക്കെ, മിനിമം ഒരു ഒന്നെങ്കിലും തരണം എന്നുള്ളത് വെക്കണം. അപ്പോൾ ഷോർട്ടേജ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന സമയത്ത് മെയ്ഡ് ബൈ ദ ലെസ്സി ടു ദ ലെസർ ഇൻ കേസ് ഓഫ് ഷോർട്ടേജ് ഓഫ് ഔട്ട്പുട്ട് ഓർ പ്രൊഡക്ഷൻ ഓർ സെയിൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഒരു മിനിമം ഇത്രയെങ്കിലും തരണം എന്നുള്ളതാണ്. എങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു കൃഷിയൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിസ്റ്റം മെയിനായിട്ട് വരുന്നത്, ലാൻഡ് ലോഡ് ടെനൻറ്റിൻ്റെ കേസ് മെയിനായിട്ട് വരുന്നത് നമ്മൾ പണ്ടത്തെ ഒരു ഇതിലാണ്. അതായത് അപ്പോൾ അവിടെ മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെറിയ പഴയ കുടിയാന്മാർ അങ്ങനത്തെ ആൾക്കാർക്കൊന്നും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാക്കന്മാരുടെ ഒരു പർട്ടിക്കുലർ പോർഷൻ അല്ലെങ്കിൽ ലാൻഡ് ലോഡിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ അവർ എടുത്തിട്ട് കൃഷി ചെയ്യുക. പക്ഷെ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃഷിയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. ഉറപ്പായിട്ടും 100% തരണമെന്നില്ല. എന്തെങ്കിലും കാരണവശാൽ നശിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, മിനിമം റെൻറ്റും കൂടി ഫിക്സ് ചെയ്യും. ഇത്ര നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പ്രൊഡക്ഷനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര മിനിമം റെൻറ്റ് തരാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. ഇറ്റ് മീൻസ് ലെസ്സർ will receive a minimum fixed rent irrespective of the reason or shortage of production. അപ്പോൾ പ്രൊഡക്ഷൻ കുറവായാലും ഇല്ലെങ്കിലും മിനിമം റെൻറ്റ് എനിക്ക് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 2 തരാമെന്ന് പറഞ്ഞു, 10 നശിച്ചു പോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നെങ്കിലും തരാമെന്ന് പറഞ്ഞത് തന്നേ പറ്റൂ എന്നുള്ളതാണ്. ഓക്കെ, നിനക്ക് 10 നശിച്ചു പോയോ അല്ലെങ്കിൽ അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ 2 വാഴക്കൊലയുടെ കാര്യമുണ്ടല്ലോ. അപ്പോൾ 2 വാഴക്കൊലയിൽ 2 തന്നില്ലെങ്കിലും മിനിമം ഒന്നെങ്കിലും എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയേ പറ്റൂ. 10 പോയി എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ലെസ്സർ വിൽ റിസീവ്, ലെസ്സർ എന്ന് പറഞ്ഞാൽ ആരാ? ഓണർ വിൽ റിസീവ് എ മിനിമം ഫിക്സ്ഡ് റെൻറ്റ് റെസ്പെക്റ്റീവ് ഓഫ് റീസൺ ഓഫ് ഷോർട്ടേജ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായാലും ഷോർട്ടേജ് ഉണ്ടായാലും നമ്മുടെ ഓണർക്ക് ഒരു മിനിമം റെൻറ്റ് കിട്ടും. ഇനി അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കമ്മിയാണ് ഈ ഒരു ഇത്. അങ്ങനെ ആരുമില്ല. വെറുതെ ആൾക്കാരെ ഒക്കെ വെറുതെ സ്ഥലം ഇട്ടിരിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലത്തിനും നല്ലതാണ്. അറ്റ് ദ സെയിം ടൈം വെറുതെ കിടക്കുന്ന സ്ഥലത്ത് നമുക്കൊരു ഇൻകം കിട്ടുകയാണല്ലോ. ഓക്കെ, ഇനി അടുത്തത് പേയ്മെൻറ്റ് ഓഫ് റോയൽറ്റി വിൽ ബി മിനിമം റെൻറ്റ് ഓർ ആക്ച്വൽ റോയൽറ്റി വിച്ച് എവർ ഈസ് ഹയർ. ഫോർ എക്സാമ്പിൾ, അതായത് ചിലപ്പോൾ മിനിമം റെൻറ്റോ അല്ലെങ്കിൽ ഏതാണോ കൂടുതൽ എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത്, ഹൈദരാബാദ് പബ്ലിക്കേഷൻ പ്രിൻറ്റഡ് എ ബുക്ക് ഓഫ് ജാവ ഓൺ മിനിമം റെൻറ്റ് 1 lakh per annum, royalty being payable on ₹20 per book sold. First year publication, Hyderabad publication sold 75,000 copies of books, and in the second year sold fell down in 45,000 only. Amount of royalty will be payable under minimum rent. അതായത് ഇവിടെ ശ്രദ്ധിക്കും, ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഇവിടെ നോക്കി നോക്കുക, ആദ്യത്തെ ഇയറിൽ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 75,000. ഓക്കെ, 75,000 ബുക്ക് വിറ്റിട്ടുണ്ട്. ഒരു ബുക്കിന് 20 രൂപയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 1,50,000. സോറി 15 lakh നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പോൾ നമുക്ക് ശരിക്കും മിനിമം റെൻറ്റ് എത്രയാണ് കൊടുക്കേണ്ടത്? 1 lakh ആണ്. ഓക്കെ, അപ്പോൾ റോയൽറ്റി പേയബിൾ 15 lakh ആണ്. ഇനി സെക്കൻഡ് ഇയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോയൽറ്റി മിനിമം റെൻറ്റ് 1 lakh കൊടുക്കണം. നമുക്ക് റോയൽറ്റി കിട്ടിയതും 1 lakh ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. പേയ്മെൻറ്റ് ഓഫ് റോയൽറ്റി വിൽ ബി മിനിമം റെൻറ്റ് ഓർ ആക്ച്വൽ റോയൽറ്റി വിച്ച് എവർ ഈസ് ഹയർ. ഏതാണോ കൂടുതൽ അതാണ് പേ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ,
ഇനി അടുത്തത് ഷോർട്ട് വർക്കിംഗ്. നിങ്ങൾക്കിത് മനസ്സിലായോ? അപ്പോൾ ഏതാണോ ഏറ്റവും കൂടുതൽ അതാണ് പേ ചെയ്യുന്നത്. ചിലപ്പോൾ മിനിമം റെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റോയൽറ്റി ആയിരിക്കും. അപ്പോൾ ഏതാണോ കൂടുതൽ അതാണ് പേ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ടേമാണ് ഷോർട്ട് വർക്കിംഗ് എന്ന് പറയുന്നതാണ്. എന്താണ് ഈ ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിഫറൻസ് ഓഫ് മിനിമം റെൻറ്റ് ആൻഡ് ആക്ച്വൽ റോയൽറ്റീസ് നോൺ ആസ് ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം റെൻറ്റ് ആൻഡ് ആക്ച്വൽ റോയൽറ്റീസ് നോൺ ആസ് ഷോർട്ട് വർക്കിംഗ്, വേർ പേയ്മെൻറ്റ് ഓഫ് റോയൽറ്റീസ് പേയബിൾ ഓൺ ദ basis of minimum rent due to shortage in the production or sale. For example, if calculate royalty is 9 lakh as per the sale of book based on the above example, but royalty payable is 1 lakh as per minimum 10 lakh per minimum rent, short working will be 1 lakh. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഷോർട്ട് വർക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ആക്ച്വൽ ഇവിടെ 2 ടേം നമ്മൾ പഠിച്ചു അല്ലേ? മിനിമം റെൻറ്റ് എന്താണെന്നും റോയൽറ്റി എന്താണെന്നും, അല്ലെങ്കിൽ ആക്ച്വൽ റോയൽറ്റി എന്താണെന്നുള്ളത്, റോയൽറ്റി പേയബിൾ. അപ്പോൾ എന്താണ് ഷോർട്ട് വർക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം റെൻറ്റും ആക്ച്വൽ റോയൽറ്റിയും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ഷോർട്ട് വർക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് വർക്കിംഗ് ഈസ് ദ ഡിഫറൻസസ് ഓഫ് മിനിമം റെൻറ്റ് ആൻഡ് ആക്ച്വൽ റോയൽറ്റി ഈസ് നോൺ ആസ് ഷോർട്ട് വർക്കിംഗ്. ക്ലിയർ? ഇനി അടുത്തത് ഗ്രൗണ്ട് റെൻറ്റ്. അടുത്തൊരു ടേമാണ് ഗ്രൗണ്ട് റെൻറ്റ് എന്ന് പറയുന്നതാണ്. ദ റെൻറ്റ് പെയ്ഡ് ടു ദ ലാൻഡ് ലോഡ് ഫോർ ദ യൂസ് ഓഫ് ലാൻഡ് ഓഫ് സർഫേസ് ഓൺ ദ ഇയർലി ഓർ ഹാഫ് ഇയർലി ബേസിസ് ഈസ് നോൺ ആസ് ഗ്രൗണ്ട് റെൻറ്റ് ഓർ സർഫേസ് റെൻറ്റ്. അതായത് ദ റെൻറ്റ് പെയ്ഡ് ടു ദ ലാൻഡ് ലോഡ്, ഇറ്റ് ഈസ് ദ റെൻറ്റ് പെയ്ഡ് ബൈ ടു ദ ലാൻഡ് ലോഡ്, ലാൻഡ് ലോഡിന് കൊടുക്കുന്ന ഒരു റെൻറ്റാണിത്. ഓക്കെ, ഇറ്റ് ഈസ് ദ റെൻറ്റ് പെയ്ഡ് ബൈ ദ ലാൻഡ് ലോഡ് ഫോർ യൂസ് ഓഫ് ലാൻഡ് പെയ്ഡ് ടു ദ ലാൻഡ് ലോഡ് ഫോർ യൂസ് ഓഫ് ലാൻഡ് ഓർ സർഫേസ് ഓഫ് ഇയർലി ഓർ ഹാഫ് ഇയർലി ബേസിസ് ഓഫ് നോൺ ആസ് ഗ്രൗണ്ട് റെൻറ്റ് ഓർ സർഫേസ് റെൻറ്റ്. സർഫേസ് റെൻറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് റെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാൻഡ് ലോഡിന് നമ്മൾ കൊടുക്കുന്ന എൻ്റെ ലാൻഡ് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും തരികയാണ്, ഇപ്പോൾ യൂസ് ചെയ്തോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനാണ് ഇവിടെ ലാൻഡ് ലോഡ്, നിങ്ങളൊക്കെ എൻ്റെ ടെനൻ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾ എനിക്ക് തരണം. എൻ്റെ ലാൻഡല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ റെൻറ്റ് പെയ്ഡ് ബൈ ദ ലാൻഡ് ലോഡ് ഫോർ ദ യൂസ് ഓഫ് ലാൻഡ് ഓർ സർഫേസ്. ഞാൻ ലാൻഡോ അല്ലെങ്കിൽ സർഫേസോ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ ഇയർലി ബേസിസിൽ എനിക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് തരുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ഗ്രൗണ്ട് റെൻറ്റ് ഓർ സർഫേസ് റെൻറ്റ്. ഓക്കെ ആണോ? ഇനി അടുത്താണ് റൈറ്റ് ഓഫ് റീകൂപ്പിംഗ്. അടുത്തൊരു ടേമാണ് റൈറ്റ് ഓഫ് റീകൂപ്പിംഗ് എന്ന് പറയുന്നതാണ്. ഓക്കെ, എന്താണ് റൈറ്റ് ഓഫ് റീകൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് മേ കണ്ടെയ്ൻ ഇൻ ദ റോയൽറ്റി എഗ്രിമെൻറ്റ് ദാറ്റ് എക്സസ് ഓഫ് മിനിമം റെൻറ്റ്. എന്താണ് റൈറ്റ് ഓഫ് റീകൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് മേ കണ്ടെയ്ൻ ഇൻ ദ റോയൽറ്റി എഗ്രിമെൻറ്റ്, ഇറ്റ് മേ കണ്ടെയ്ൻ ദ റോയൽറ്റി എഗ്രിമെൻറ്റിലാണ് ഇതും വരുന്നത്. ഇറ്റ് മേ കണ്ടെയ്ൻ ഇൻ ദ റോയൽറ്റി എഗ്രിമെൻറ്റ് ദാറ്റ് എക്സസ് ഓഫ് മിനിമം റെൻറ്റ് പെയ്ഡ് ഓവർ ദ ആക്ച്വൽ റോയൽറ്റി ഷോർട്ട് വർക്കിംഗ്. ദാറ്റ് ഈസ് സിംപ്ലി റെഫേഴ്സ് ടു ആസ് എ ഷോർട്ട് വർക്കിംഗ്. എക്സസ് ഓഫ് മിനിമം റെൻറ്റും ആക്ച്വൽ റോയൽറ്റി തമ്മിലുള്ള വ്യത്യാസമാണല്ലോ. മേ ബി റിക്കവറബിൾ ഇൻ ദ സബ്സീക്വൻറ്റ് ഇയേഴ്സ്. അതായത് ഇപ്പോൾ ഈ വർഷം എനിക്ക് ഞാൻ വിചാരിച്ചൊരു റെൻറ്റ് അല്ലെങ്കിൽ മിനിമം റെൻറ്റോ റോയൽറ്റി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, വാട്ട് ഹാപ്പൻഡ്, സബ്സീക്വൻറ്റ് ഇയർ ഞാനത് പിടിക്കും. മേ ബി റിക്കവറബിൾ ഇൻ ദ സബ്സീക്വൻറ്റ് ഇയർ. സോ വെൻ ദ റോയൽറ്റി ഈസ് ഇൻ എക്സസ് ഓഫ് മിനിമം റെൻറ്റ് ഈസ് കാൾഡ് റൈറ്റ് ഓഫ് റീകൂപ്മെൻറ്റ്. അതായത് ഷോർട്ട് വർക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് വേറൊരു ഇയറിൽ റീകൂപ്പ് ചെയ്യാനുള്ള, വേറൊരു ഇയറിൽ അതിൻ്റെ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരു ഇയറിൽ അത് റീകൂപ്പ് ചെയ്യാനുള്ള ഒരു അവകാശം എനിക്കുണ്ട്. റൈറ്റ് ഓഫ് റീകൂപ്മെൻറ്റ് വിൽ ബി ഡിസൈഡഡ് ഫോർ ദ ഫിക്സഡ് പീരിയഡ് ഓർ ഫോർ ദ ഫ്ലോട്ടിംഗ് പീരിയഡ്. എന്താണ് റൈറ്റ് ഓഫ് റീകൂപ്മെൻറ്റ് വിൽ ബി ഡിസൈഡഡ് ഫോർ ദ fixed period or floating period when the right of recoupment is fixed for a certain starting years from the date of royalty agreement. അതായത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീകൂപ്പ് ചെയ്യാനുള്ള അവകാശം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വർഷം ഇല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റും. റൈറ്റ് ഓഫ് റീകൂപ്മെൻറ്റ് വിൽ ബി ഡിസൈഡഡ് ഫോർ ദ ഫിക്സഡ് പീരിയഡ് or for the floating period when the right of recoupment is fixed for a certain starting year from the date of royalty agreement and it is said to be fixed for or restricted. ഒന്നില്ലെങ്കിൽ അത് നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓൺ ദി അതർ ഹാൻഡ് when the lessee is eligible to recoup the short working in the next 2 or 3 years from the year of its commencement, it is said to be floating. എന്താണ് പറയുന്നത്? On the other hand, when the lessee is eligible to recoup the short working, നമ്മുടെ ലെസ്സിക്ക്, അപ്പോൾ ലെസർ ഈസ് എ പേഴ്സൺ ഹൂ, ലെസർ ഈസ് എ ഓണർ ആൻഡ് ദ ലെസ്സി ഈസ് എ പേഴ്സൺ ഹൂ യൂസ് ദ പർട്ടിക്കുലർ തിങ് ഓർ സംതിങ്. അപ്പോൾ ഈ ലെസ്സിക്ക് റീകൂപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എലിജിബിൾ ടു റീകൂപ്പ് ദ ഷോർട്ട് വർക്കിംഗ് ഇൻ ദ നെക്സ്റ്റ് 2 to 3 ഇയർ ഫ്രം ദ ഇയർ ഓഫ് ഇറ്റ്സ് കമൻസ്മെൻറ്റ്. കമൻസ് ചെയ്തിട്ട് 2-3 വർഷത്തിനുള്ളിൽ അത് റീകൂപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഫ്ലോട്ടിംഗ്. അതായത്
ഫിക്സഡും ഉണ്ട് ഫ്ലോട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. റീകൂപ്പ് ചെയ്യാൻ നമുക്ക് 2 മാർഗ്ഗങ്ങളാണുള്ളത്, ഫിക്സഡും ഉണ്ട് ഫ്ലോട്ടിംഗും ഉണ്ട്. ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം എനിക്ക് എന്തുണ്ടാവുന്നു, ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത വർഷം അത് റീകൂപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? ദാറ്റ് ഈസ് ഫിക്സഡ്. ഈ വർഷത്തെ റീകൂപ്മെൻറ്റ് ഞാൻ നടത്തുന്നത് അടുത്ത വർഷം. പക്ഷേ അവിടെ ഫ്ലോട്ടിംഗ് ആവുന്ന സമയത്ത് എനിക്ക് ഈ വർഷം ഉണ്ടാവുന്ന ഷോർട്ട് കമ്മിങ് ഞാൻ നികത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് കമ്മിങ് ഇല്ലാണ്ടാക്കുന്നത് 2 അല്ലെങ്കിൽ 3-ാമത്തെ വർഷത്തിലാണ്. മനസ്സിലാവുണ്ടോ? അതായത് ഈ വർഷം എനിക്ക് ഒന്നില്ലെങ്കിൽ അടുത്ത വർഷം ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് സിംപ്ലി റെഫേഴ്സ് ടു ആസ് എ ഫിക്സഡ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് 2-3 വർഷത്തിനുള്ളിലാണ് ഞാൻ ആ ഷോർട്ട് വർക്കിംഗ് നികത്തുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സിംപ്ലി റെഫേഴ്സ് ടു ആസ് എ ഫ്ലോട്ടിംഗ്. ഓക്കെ, അപ്പോൾ ഈ റീകൂപ്മെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്കിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടേമാണ് ഫിക്സഡ് ഫ്ലോട്ടിംഗ്. നമ്മളോട് ചോദിക്കാം എന്താണ് ഫിക്സഡ് എന്നുള്ള എടുത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് ലീസ് പ്രീമിയം, ഇനി അടുത്തൊരു ടേമാണ് ലീസ് പ്രീമിയം. എന്താണ് ലീസ് പ്രീമിയം എന്ന് പറഞ്ഞു വെച്ചാൽ? ഓക്കെ, നമ്മൾ ഒരുപാട് ടേംസ് ഞാൻ പറയാം, റോയൽറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് 2 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് ടേംസുകൾ തന്നിട്ട് എസ്സേക്ക് ചോദിക്കാനുള്ള ചാൻസ് വരുന്നുണ്ട്. ബിക്കോസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് റോയൽറ്റിയിലെ ടേംസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ടെനൻ്റ് എന്താ, ലാൻഡ് ലോഡ് എന്താ, ഷോർട്ട് കമ്മിങ് എന്താ, റീകൂപ്മെൻറ്റ് എന്താ, റോയൽറ്റി എന്താ, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അടുത്തൊരു ടേമാണ് ലീസ് പ്രീമിയം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ലീസ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി എന്താണ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഷെയറൊക്കെ ഇറക്കുന്ന സമയത്ത് നമ്മളറിയാം 10 രൂപയുടെ ഷെയർ ഒന്നില്ലെങ്കിൽ 9 രൂപയ്ക്ക് ഇറക്കാം, അല്ലെങ്കിൽ 10 രൂപയുടെ ഒരു ഷെയർ നമ്മൾ 12 രൂപയ്ക്ക് ഇറക്കാറുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന 10 രൂപയുടെ ഒരു ഷെയർ 9 രൂപയ്ക്ക് ഇറക്കുമ്പോൾ അത് ഡിസ്കൗണ്ട് എന്നാ പറയുക അല്ലേ. എന്നാൽ 10 രൂപയുടെ ഒരു ഷെയർ നമ്മൾ 12 രൂപയ്ക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന 2 രൂപ എന്ന് പറയുന്നത്, 2 റുപ്പീസ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ പ്രീമിയം എമൗണ്ട് ആണ് അല്ലേ. ആ പ്രീമിയം എമൗണ്ടിനെയാണ് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് അല്ലേ അത്. 2 രൂപ എന്ന് പറയുന്നത് എന്താണ്, എക്സ്ട്രാ എമൗണ്ട് അല്ലേ. സോ ലീസ് പ്രീമിയം എന്ന് പറയുന്നതും സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ലീസ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an എക്സ്ട്രാ പേയ്മെൻറ്റ് ഇൻ അഡീഷൻ ടു റോയൽറ്റി. അതായത് ലിസൺ, ഇപ്പോൾ എൻ്റെ ഒരു സാധനം വെച്ചിട്ടാണ് നിങ്ങൾ കാശുണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു സ്ഥലം വെച്ചിട്ടാണ്, എൻ്റെ സ്ഥലം ഞാൻ നിങ്ങൾക്ക് എന്തിനു തന്നു, നിങ്ങളിത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തോ അല്ലെങ്കിൽ അഗ്രികൾച്ചറൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറയുകയാണ്, നമ്മളിപ്പോൾ ഒരു ഏവറേജ് കണക്ക് വെച്ചിട്ട് ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു മന്ത്ലി നിങ്ങൾക്ക് മാക്സിമം ഒരു 15-20,000 നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് എനിക്കൊരു 5,000 മാസം തന്നാൽ മതി എന്ന് പറയുകയാണ്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് 50,000 50,000 രൂപയോളം നിങ്ങൾക്ക് കൃഷിയിൽ നിന്ന് 50,000 രൂപത്തോളം നിങ്ങൾക്ക് ഇൻകം ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യണം, എനിക്ക് ശരിക്കും ഒരു എക്സ്ട്രാ എമൗണ്ടും കൂടി തരാൻ ബാധ്യസ്ഥനല്ലേ. ആക്ച്വലി അങ്ങനെയാണല്ലോ, നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ലാൻഡ് ലോഡിനും അത് അവകാശപ്പെട്ടതല്ലേ. ഓഫ് കോഴ്സ് നിങ്ങളുടെ എഫേർട്ട് ആണെങ്കിലും അതങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ലീസ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എക്സ്ട്രാ പേയ്മെൻറ്റ് ഇൻ അഡീഷൻ ടു റോയൽറ്റി. റോയൽറ്റിക്ക് പുറമേ ഉള്ള ഒരു അഡീഷനാണ് an extra payment in addition to royalty, if any, paid by the lessee to lessor, is called lease premium and will be treated as a capital expenditure, and it will be written off on yearly basis through profit and loss account as per suitable method. എത്രേ പറയുന്നുള്ളൂ, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലീസ് പ്രീമിയം നമുക്ക് കിട്ടിയിട്ടുള്ള ലീസ് പ്രീമിയം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇനി സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഇത് റോയൽറ്റിക്ക് പുറമേ കിട്ടുന്നതാണ് ലീസ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് റോയൽറ്റിക്ക് പുറമേ കിട്ടുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആസ് ലീസ് പ്രീമിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് എനി പെയ്ഡ് ബൈ ദ lessee to the lessor is called lease premium and will be treated as a capital expenditure and will be write off on a yearly basis through the P&L account. നമ്മൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് P&L അക്കൗണ്ടിൽ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇത്ര എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണം. ഇപ്പം നമ്മൾ ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യണത് എങ്ങനെയാണ്, നമ്മൾ ബാഡ് ഡെപ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇത്ര എമൗണ്ട് ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ തന്നെ നമ്മൾ റോയൽറ്റി എമൗണ്ടും റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, റൈറ്റ് ഓഫ് ഇയർലി ബേസിസ് ത്രൂ ആൻ P&L അക്കൗണ്ട് ആസ് പെർ ദ സ്യൂട്ടബിൾ മെത്തേഡ്. നമ്മൾ ഏതാണോ മെത്തേഡ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ടേമാണ് നമ്മുടെ TDS എന്ന് പറയുന്നതാണ്. എന്താണ് TDS? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. TDS അല്ലേ, നമ്മൾ ഇൻകം ടാക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു ടേം. ഓക്കെ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നുള്ളതിനാണ് നമ്മൾ
TDS എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങളും പ്രോബ്ലംസൊക്കെ നമ്മൾ ഇൻകം ടാക്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ടേം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് ഇവിടെ മീൻ ചെയ്യുന്നുള്ളൂ. If there is an applicability of TDS as per Income Tax Act, lessee will make the payment to the lessor after deducting TDS as per applicable rate and lessee is liable to deposit it to the credit of central government. അതായത് സാധാരണഗതിയിൽ TDS വരുന്ന സമയത്ത് ലെസ്സിയാണ് ലെസ്സർക്ക് വേണ്ടി ഈ എമൗണ്ട് പേ ചെയ്യുന്നത്. ഓക്കെ, അതായത് ലെസ്സർക്ക് വേണ്ടിയിട്ട് ടാക്സ് ഡിഡക്റ്റഡ് ആക്ട് സോഴ്സ് എന്ന് പറയുന്നത് ചെയ്യും. Lessee will make the payment to lessor after deducting TDS as per applicable right and lessee is liable to deposit it to the credit of central government. Okay, and the amount of royalty will be the gross amount of royalty inclusive TDS that will be charged to P&L account. Amount of royalty will be gross amount ആണെന്നുണ്ടെങ്കിൽ നമ്മളത് P&L അക്കൗണ്ടിൽ ചാർജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം TDSൻ്റെ കേസ് ഇവിടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്തെങ്കിലും TDS എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് ഇൻകം ടാക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇവിടെ ഒരു ടേം വൈസ് വന്നു എന്നേ ഉള്ളൂ. റോയൽറ്റിയുടെ കേസിൽ TDS വന്നു കഴിഞ്ഞാൽ ആരാണ് പേ ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ട് ഓഫ് കോഴ്സ് എന്താണ് ലെസ്സിയാണ് അത് ഡീൽ ചെയ്യുന്നത്. ലെസ്സർക്ക് വേണ്ടിയിട്ട് അത് ഡീൽ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് ദ റോയൽറ്റി എമൗണ്ട് 10 lakh ആണെന്ന് വെച്ചോ. ഓക്കെ, നമ്മുടെ റോയൽറ്റി എമൗണ്ട് നമുക്ക് 10 lakh എന്ന് കിട്ടി. റേറ്റ് ഓഫ് TDS ഈസ് 10%. Then lessee will pay 9 lakh to the lessor. Amount of royalty charged to P&L account will be 10 lakh and balance amount 1 lakh will be deposited in the credit of central government account. ഓക്കെ, ഇവിടെ ശരിക്കും നമ്മൾ 10 ലക്ഷമാണ് റോയൽറ്റി പേ ചെയ്യേണ്ടത്. ഓക്കെ, 10 ലക്ഷത്തിൽ 10% TDS വന്നു കഴിഞ്ഞാൽ ആ 10% കുറച്ച് 9 ലക്ഷം കൊടുക്കുകയും ബാക്കി 10% സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ഇവർ ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് 10 ലക്ഷം നമുക്ക് ലെസ്സർക്ക് കൊടുത്താൽ മതി. പക്ഷേ 10 ലക്ഷത്തിൽ 10% അഥവാ TDS വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ 10% കുറച്ചിട്ട് അയാൾക്ക് എന്തായാലും ഇപ്പോൾ ലെസ്സറിൻ്റെ 10 ലക്ഷം കിട്ടിയാലും അയാൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അപ്പോൾ പക്ഷെ അതിന് പകരം ഇവിടെ എന്ത് ചെയ്യണം? ലെസ്സി 10 ലക്ഷം കൊടുക്കുന്നതിന് വരെ 9 ലക്ഷം കൊടുത്തിട്ട് ആ 1 lakh സെൻട്രൽ ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് ഇടുകയാണ്. മനസ്സിലായോ? അത്ര ഇവിടെ ചെയ്യുന്നുള്ളൂ. അടുത്തൊരു ടേമാണ് സ്റ്റോപ്പേജ് ഓഫ് വർക്ക്. എന്താണ് സ്റ്റോപ്പേജ് ഓഫ് വർക്ക്? സംടൈം ദർ മേ ബി എ സ്റ്റോപ്പേജ് ഓഫ് വർക്ക് ഡ്യൂ ടു കണ്ടീഷൻ ബിയോണ്ട് കൺട്രോൾ ലൈക്ക് സ്ട്രൈക്ക്, ഫ്ലഡ്, എക്സെട്ര. ഇൻ ദിസ് കേസ് മിനിമം റെൻറ്റ് ഈസ് റിക്വയർഡ് ടു ബി റിവൈസ്ഡ് ആസ് പ്രൊവൈഡഡ് ഇൻ ദ എഗ്രിമെൻറ്റ്. അതായത് സംടൈം ദർ മേ ബി സ്റ്റോപ്പേജ് ഓഫ് വർക്ക്. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് സ്ട്രൈക്കോ അല്ലെങ്കിൽ ഫ്ലഡ് കാരണമൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? വർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥകൾ വരാറുണ്ട് അല്ലേ? അപ്പോൾ ഈ കേസിൽ മിനിമം റെൻറ്റ് ഈസ് റിക്വയർഡ് ടു ബി റിവൈസ്ഡ് ആസ് പ്രൊവൈഡഡ് ഇൻ ദ എഗ്രിമെൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ മിനിമം റെൻറ്റ് റിവൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത്രയും പണി നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഫ്ലഡ് കാരണം ഇത്രയും കാലം സ്റ്റോപ്പ് ചെയ്യായിരുന്നു വർക്ക്. ഇപ്പോൾ 1 month വർക്ക് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് മിനിമം റെൻറ്റ് റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വി ഹാവ് ദ ഓപ്ഷൻ മിനിമം റെൻറ്റ് ഈസ് റിക്വയർഡ് ടു ബി റിവൈസ്ഡ് ആസ് പ്രൊവൈഡഡ് ഇൻ ദ എഗ്രിമെൻറ്റ് പ്രൊവൈഡ് ചെയ്തതിന് പകരമായിട്ട് മിനിമം റെൻറ്റ് റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ട്. ഇനി അടുത്തത് ശ്രദ്ധിച്ചോ, റിവിഷൻ ഓഫ് ദ മിനിമം റെൻറ്റ് വിൽ ബി. ഈ മിനിമം റെൻറ്റ് റിവിഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. റിവിഷൻ ഓഫ് മിനിമം റെൻറ്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് മിനിമം റെൻറ്റ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് സ്റ്റോപ്പേജ് ഓഫ് വർക്ക്. റിഡക്ഷൻ ഓഫ് മിനിമം റെൻറ്റ് ഇൻ ദ സ്റ്റോപ്പേജ് ഓഫ് വർക്കിൻ്റെ പ്രൊപ്പോർഷൻ്റെ ബേസിലാണ് നമ്മൾ മിനിമം റെൻറ്റ് പേ ചെയ്യുക. ഓക്കെ, മിനിമം റെൻറ്റ് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, എത്രയാണ് സ്റ്റോപ്പേജ് ഓഫ് വർക്ക് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത്, ഫ്ലഡ് കാരണം എന്തൊക്കെ ഇഷ്യൂസാണ് ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ ബേസിലാണ് ഒന്ന് മിനിമം റെൻറ്റ് റിഡക്ഷൻ ചെയ്യുക ഓൺ ദി ബേസിസ് ഓഫ് ഫിക്സഡ് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജിൻ്റെ ബേസിസിൽ ബൈ എ ഫിക്സഡ് എമൗണ്ട് ഇൻ ദ ഇയർ ഓഫ് സ്റ്റോപ്പേജ്. ഇയർ ഓഫ് സ്റ്റോപ്പേജ്, എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്, ഇപ്പം 2000 എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ബേസിൽ ബൈ ദ ഫിക്സഡ് എമൗണ്ട് ഇൻ ദ ഇയർ ഓഫ് സ്റ്റോപ്പേജ്, എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ആ ഇയർ മുതലുള്ള ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഫിക്സ് ചെയ്യും. അപ്പോൾ സ്റ്റോപ്പേജ് ഓഫ് വർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിലും ഫ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മിനിമം റെൻറ്റിൽ നിന്ന് ആ ഒരു എമൗണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ളൊരു അവകാശമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ആസ് എ സ്റ്റോപ്പേജ് ഓഫ് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്താണ് സബ്ലീസ് എന്ന് പറയുന്നതാണ്. എന്താ ഈ സബ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റോപ്പേജ് ഓഫ് വർക്ക് നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തൊരു ടേമാണ് സബ്ലീസ്.
എന്താണ് സബ്ലീസ്. അടുത്തൊരു ടേമാണ് സബ്ലീസ് എന്ന് പറയുന്നതാണ്. എന്താണ് സബ്ലീസ്? സംടൈം ലാൻഡ് ലോഡ് ഓർ ലെസ്സർ അലോ ലെസ്സി ടു സബ്ലെറ്റ് സം പാർട്ട് ഓഫ് ദ മൈനർ ഓർ ലാൻഡ് ആസ് എ സബ്ലീസ്. ഇൻ ദിസ് കേസ് ലെസ്സി വിൽ ബിക്കം ലെസ്സർ ഫോർ സബ്ലീസ്, ലെസ്സി ഫോർ മെയിൻ ലാൻഡ് ലോഡ്. അതായത് ഇവിടെ അത്രയേ ഉള്ളൂ പരിപാടി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. സബ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, വിറ്റ് അത് ആദ്യം നമ്മൾ വാടകയ്ക്ക് കൊടുത്തത് എഗെയിൻ വാടകയ്ക്ക് കൊടുക്കണം. അതായത് ഞാനൊരു പർട്ടിക്കുലർ ഇപ്പോൾ 2 വീട് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് മേടിച്ചു. ഞാൻ ആ വാടകയ്ക്ക് മേടിച്ച സ്ഥലം തന്നെ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കണം. ദാറ്റ് ഈസ് സിംപ്ലി റെഫേഴ്സ് ടു സബ്ലീസ്. ക്ലിയർ? അത്രയേ ഉള്ളൂ സബ്ലീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ സച്ച് കേസ് ലെസ്സി ഹി വിൽ മെയിൻറ്റെയിൻ ദ ഫോളോയിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അങ്ങനത്തെ കേസിൽ ലെസ്സി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്കുകളാണ്: 1 ആസ് എ ലെസ്സി ലാൻഡ് ലോഡ് അക്കൗണ്ട്, മിനിമം റെൻറ്റ് അക്കൗണ്ട്, റോയൽറ്റി അക്കൗണ്ട്, ഷോർട്ട് വർക്കിംഗ് റീകൂപ്പബിൾ അക്കൗണ്ട്. ഓക്കെ. ഇനി ആസ് എ സബ്ലെസർ എന്നുള്ള രീതിയിൽ റോയൽറ്റീസ് റിസീവബിൾ അക്കൗണ്ട്, സബ്ലീസ് അക്കൗണ്ട്, ഷോർട്ട് വർക്കിംഗ് അലൗവബിൾ. ഓക്കെ, ഇത്രയും അക്കൗണ്ട്സുകൾ കീപ്പ് ചെയ്യണം. ഇനി അക്കൗണ്ടിങ് എൻട്രീസ് ഓഫ് റോയൽറ്റീസ്. അക്കൗണ്ടിങ് എൻട്രീസ് ഓഫ് റോയൽറ്റി അതിൽ അക്കൗണ്ടിങ് എൻട്രീസിൽ ഒന്നാമത്തെയാണ് വെൻ ദർ ഈസ് നോ റോയൽറ്റി ഇൻ ദ ഇയർ. അപ്പോൾ ആ ഒരു ഇതിൽ ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ റോയൽറ്റി ഇല്ലെങ്കിൽ മിനിമം റെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ലാൻഡ് ലോഡ്, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് അപ്റ്റഡ് ടു മിനിമം റെൻറ്റ് അക്കൗണ്ട്. ഓക്കെ. വെൻ റോയൽറ്റി ആർ ലെസ് ദാൻ മിനിമം റെൻറ്റ് ആൻഡ് ഷോർട്ട് വർക്കിംഗ് ആർ റിക്കവറബിൾ ഇൻ ദ നെക്സ്റ്റ് ഇയർ, മിനിമം റെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ലാൻഡ് ലോഡ്, റോയൽറ്റി അക്കൗണ്ട് അപ്റ്റഡ് ടു ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട്, മിനിമം റെൻറ്റ് അക്കൗണ്ട് ടു ലാൻഡ് ലോഡ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക്, P&L അക്കൗണ്ട് അപ്റ്റഡ് ടു റോയൽറ്റി. ഇനി ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സോറി, ഈ ഒരു പോർഷനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ പിന്നെ വെൻ ഷോർട്ട് വർക്കിംഗ് ആർ റീകൂപ്ഡ്, റോയൽറ്റി അക്കൗണ്ട് അപ്റ്റഡ് ടു ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ടു ലാൻഡ് ലോഡ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക്. ഇത്രയേ ഉള്ളൂ. ഇനി ട്രാൻസ്ഫറബിൾ ഓഫ് ഇറക്കവറബിൾ ഷോർട്ട് വർക്കിംഗ്, P&L അക്കൗണ്ട് അപ്റ്റഡ് ടു ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട് അപ്റ്റഡ് ടു ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട്. ഒക്കെയാണോ? P&L അക്കൗണ്ട് അപ്റ്റഡ് ടു ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട്, ട്രാൻസ്ഫർ ഓഫ് ഇറക്കവറബിൾ ഷോർട്ട് വർക്കിംഗ്. ഇത്ര എൻട്രീസാണ് മെയിൻലി വരുന്നത്. നമുക്ക് ജേണൽ എൻട്രീസ് എഴുതാനായിട്ട് ചോദിക്കും. ഓക്കെ, പ്രോബ്ലംസ് പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് തിയറി വൈസ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റോയൽറ്റി അക്കൗണ്ട്സ് എന്നുള്ളൊരു തിയറി പോർഷൻസ് ഏകദേശം എൻഡായി. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനകത്ത് റോയൽറ്റി അക്കൗണ്ട് എന്താണ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, റോയൽറ്റി ടൈപ്പ് ഓഫ് റോയൽറ്റീസിൽ എന്തൊക്കെ പെടുന്നു, കോപ്പിറൈറ്റ്, മൈനിങ് റോയൽറ്റി, പാറ്റേൺ റോയൽറ്റി, ബേസിസ് ഓഫ് റോയൽറ്റി എന്താണ്, ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ യൂസ്ഡ് ഇൻ റോയൽറ്റി, ലാൻഡ് ലോഡ്, ടെനൻറ്റ്, മിനിമം റെൻറ്റ്. ഓക്കെ, പിന്നെ ഷോർട്ട് വർക്കിംഗ് എന്താണ്, ഗ്രൗണ്ട് റെൻറ്റ് എന്താണ്, ഗ്രൗണ്ട് റെൻറ്റ് ഓർ സർഫേസ് റെൻറ്റ് എന്ന് പറയും കേട്ടോ. റൈറ്റ് ഓഫ് റീകൂപ്പിംഗ് എന്താണ്, ലീസ് പ്രീമിയം എന്താണ്, TDS എന്താണ്, സ്റ്റോപ്പേജ് ഓഫ് വർക്ക് എന്താണ്, സബ്ലീസ് എന്താണ്. സബ്ലീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. തിയറി വൈസ് ആണെങ്കിലും പ്രാക്ടിക്കൽ ആണെങ്കിലും സബ്ലീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റോപ്പേജ് ഓഫ് വർക്ക്, സബ്ലീസ് എന്താണ്, അതുമായി റിലേറ്റ് ചെയ്ത അക്കൗണ്ടിങ് എൻട്രീസ് ഓഫ് റോയൽറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. ഇതിനകത്ത് പിന്നെ വരുന്ന ഇലിസ്ട്രേഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇലിസ്ട്രേഷൻസ് മെയിനായിട്ട് എത്ര എണ്ണം വരുന്നുണ്ട്? ഓക്കെ, ഇതിനകത്ത് ആകെ ഒരു ഇലിസ്ട്രേഷനെ ഡിസ്കസ് ചെയ്യാനുള്ളൂ നമുക്ക് മെയിനായിട്ട് കേട്ടോ. ഒരു ഇലിസ്ട്രേഷൻ ആകെ ഉള്ളൂ. ലിസൺ, ഇനി നമ്മൾ റോയൽറ്റി അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇലിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ എക്സാമ്പിളേ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അല്ല, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഫ്രം ദ ബിലോ ഗിവൺ ഇൻഫോർമേഷൻ പ്ലീസ് പ്രിപ്പയർ ദ നെസസറി അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് മിസ്റ്റർ ബ്ലാക്ക് ഡയമണ്ട് ലിമിറ്റഡ്. കമ്പനി ലീസ് എ കോളിയറി ഓൺ 1/1/2010 അറ്റ് എ മിനിമം റെൻറ്റ് ഓഫ് 75,000. ഓക്കെ, ഇനി റോയൽറ്റി റൈറ്റ് ₹1 per ton. റൈറ്റ് ഓഫ് റീകൂപ്പിംഗ് ഓഫ് shortcoming is restricted to first 3 years and out for the first 4 years of above lease
was 40,000, 65,000, 1,05,000 and 90,000 tons respectively. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ വൈസ് പറയുകയാണെങ്കിൽ ഇത്രേ പറയുന്നുള്ളൂ. കമ്പനി ലീസ് മിനിമം റെൻറ്റ് നമുക്കിവിടെ 75,000 രൂപയാണ് മിനിമം റെൻറ്റ്. റോയൽറ്റി റേറ്റ് 1 പെർ ടണ്ണിന് 1 രൂപയാണ്. റൈറ്റ് ഓഫ് റീകൂപ്പിംഗ് ഓർ ഷോർട്ട് കമ്മിങ് റെസ്ട്രിക്റ്റഡ് ടു ഫസ്റ്റ് 3 ഇയർ വരെ നമുക്ക് റീകൂപ്പ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആൻഡ് ഔട്ട്പുട്ട് ഫോർ ദ ഫസ്റ്റ് 4 ഇയർ ലീസ്, 4 വർഷത്തെ ലീസിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 40,000, 65,000, 1,05,000, 90,000 ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷൻ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റത്തെ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു അനലിറ്റിക്കൽ ടേബിൾ വരയ്ക്കണം. എന്തിനാ ഈ അനലിറ്റിക്കൽ ടേബിൾ വരയ്ക്കണേ? അനലിറ്റിക്കൽ ടേബിൾ വരയ്ക്കുന്ന സമയത്ത് ആദ്യം ഒരു ഇയർ, ഔട്ട്പുട്ട്, റോയൽറ്റി പെർ ടൺ, ഷോർട്ട് വർക്കിംഗ്, സർപ്ലസ്, റീകൂപ്മെൻറ്റ്, അൺറീകോബിൾ ഷോർട്ട് വർക്കിംഗ്, പേയബിൾ ടു ലാൻഡ് ലോഡ്, ഇത്രയാണ് വരുന്നത്. അതിൽ ഇയറിൽ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് 2010, 11, 12, 13 ഇങ്ങനെ 3 ഇയേഴ്സാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഔട്ട്പുട്ട് പെർ ടണ്ണ്, ഔട്ട്പുട്ട് നമുക്ക് ഓരോ ഇയറിലും കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 2010 മുതലാണ് തുടങ്ങുന്നത്. 10, 11, 12, 13 ഓരോ വർഷത്തെയും നമുക്ക് ടണ്ണ് കണക്കിനുള്ള ഔട്ട്പുട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 40,000, 65,000, 1,05,000, 90,000 ഇങ്ങനെയാണ്. ഇനി അടുത്ത റോയൽറ്റി ₹1 പെർ ടൺ, ഒരു ടണ്ണിന് ഒരു 1 റുപ്പി വെച്ചിട്ടാണ് റോയൽറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ സെയിം എമൗണ്ടാണ് വരിക. ഇനി ഇവിടെയൊക്കെ ഷോർട്ട് വർക്കിംഗ് എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, ഷോർട്ട് വർക്കിംഗ് ഇവിടെ നമുക്ക് 35,000, 10,000, അതായത് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 75,000 ആണ് മിനിമം റെൻറ്റ് കൊടുക്കേണ്ടത് അല്ലേ. മിനിമം റെൻറ്റ് 75,000 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് മൈനസ് മിനിമം റെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് വർക്കിംഗ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ടിൽ നിന്ന് 75,000 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഷോർട്ട് വർക്കിംഗ് കിട്ടും. ഇനി അടുത്ത് സർപ്ലസ് ആണ്. ഓക്കെ, എത്ര എക്സ്ട്രാ സർപ്ലസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. സർപ്ലസ് 30,000, ഇവിടെ 50,000 ഒക്കെയാണ് വരുന്നത്. ഇനി അടുത്ത് റീകൂപ്മെൻ്റ് ആണ്. റീകൂപ്മെൻ്റ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എത്ര റീകൂപ്മെൻ്റ് എക്സ്ട്രാ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിവിടെ 30,000 ആണ്